नो भवद्वज्यमां शं न इन्द्रो बृहस्पति शं नो विद्वः प्रत्यक्षं ब्रह्मासि तमेव प्रत्यक्षं ब्रह्म वदिष्यामि कृतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शान्ति 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 संगच्छत्वं संवदत्वं समोहनांसि जानतां देवाभागं यदा पूर्वे सञ्जानानामुपासते तमेषां समानं मन्त्रमभिमन्त्र एव समानेन बहूति समाना हृदयानि वा। ധ്യായാമ്യാത്മപ്രദീപം പരമഗുരുവരം പൂജവിദ്യാധിരാജം വിസ്തീർണോത്തുംഗഫാലം സ്മിതരുചിരമുഗ്ധസ്മധൂല്യംഗരാഗം രുദ്രാക്ഷസ്രഗ്വിഭൂഷം ധവളതരജടാ ശ്മശ്രുഭാസം മഹേശം കാരുണ്യാപൂർണനേത്രം വിമലപദയുഗം യോഗപദ്മാസനസ്ഥം ഓം ശ്രീ വിദ്യാധിരാജായ നമഃ. ഓം ശ്രീ വിദ്യാധിരാജായ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി. വന്ദേ ഗുരുപരമ്പര. സ്വാഗത പ്രസക്തരായി ശ്രീമതി സിന്ധു എസ്, പൊതുകാര്യദർശി, ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിനെ ക്ഷണിക്കുന്നു. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരംബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ 4ാമത് സാധക സംഗമം
ശ്രീ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഇന്ന് നടക്കുകയാണല്ലോ. ഇവിടെ സാന്നിധ്യപ്പെട്ടിരിക്കുന്ന ഗുരുക്കന്മാരെയും ദേവതകളെയും ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ വാർഷിക സാധക സംഗമം ഈ മണ്ണിൽ നടത്താൻ നമ്മളെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പനെയും ഈ ഉദ്ഘാടന സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 50ഓളം വർഷമായി ആത്മജ്ഞാന വഴിയിൽ സഞ്ചരിക്കുന്നതും ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ ആചാര്യനും ഉദ്ഘാടന സഭയുടെ അധ്യക്ഷനും ആയ ശ്രീ ജയൻ പായിപ്ര മാഷിനെ ഈ സഭയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം റേക്കി ഗ്രാൻഡ് മാസ്റ്ററും ആത്മജ്ഞാന വഴിയിലൂടെ സഞ്ചരിക്കുന്ന തപസ്വിയും ധാരാളം ശിഷ്യഗണങ്ങളെ ആത്മജ്ഞാനത്തിൻ്റെ പാതയിലൂടെയുള്ള സഞ്ചാരത്തിന് മാർഗദീപം ഏകുകയും ചെയ്യുന്ന ജ്ഞാനഗുരുവാണ്. ശ്രീമതി കൃഷ്ണപ്രിയ ജയൻ ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ ആചാര്യയും ശ്രീ ജയൻ പായിപ്ര മാഷിൻ്റെ ധർമ്മപത്നിയുമാണ്. ശ്രീമതി കൃഷ്ണപ്രിയ ജയൻ യോഗ ടീച്ചറും റേക്കി ഗ്രാൻഡ് മാസ്റ്ററും ആണ്. ശ്രീമതി കൃഷ്ണപ്രിയ ടീച്ചറെ ഈ സഭയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ 2025 സാധക സംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാളത്തിലെ പ്രമുഖ സംഗീത സംവിധായകനായ ശ്രീ ബിജിപാൽ അവർകളെ ഈ സഭയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2007 ശ്രീ ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബി കഥ എന്ന ആക്ഷേപഹാസ്യ ചിത്രത്തിലൂടെയാണ് ശ്രീ ബിജിപാൽ സംഗീത സംവിധായകനായി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. 2013 കളിയച്ചൻ എന്ന ചിത്രത്തിന് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹം നേടി. വാസ്കോഡ ഗാമ ഉൾപ്പെടെ നിരവധി ചലച്ചിത്രേതര മലയാള ആൽബങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. അറബിക്കഥ, പത്തേമാരി, ലൗഡ് സ്പീക്കർ, മുന്നറിയിപ്പ്, 101 ചോദ്യങ്ങൾ, വെള്ളിമൂങ്ങ, ബാല്യകാല സഖി, മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്നിവ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ശ്രദ്ധേയമായ സിനിമകളാണ്. സംഗീത സംവിധാനത്തോടൊപ്പം തന്നെ അദ്ദേഹം പിന്നണി ഗാനരംഗത്തും കീബോർഡിസ്റ്റ്, വയലിനിസ്റ്റ് എന്നീ മേഖലകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ആകാശമായവളെ, പുലരാൻ നേരം, ഇടുക്കി, ചെറുപുഞ്ചിരി എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗാനങ്ങളാണ്. ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ 2025 സാധക സംഗമത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകൻ ശ്രീ ബിജിപാൽ സാറിനെ ഈ സഭയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ടാതിഥിയായി ശ്രീ ജയചന്ദ്രൻ സ്വാമി അമൃത ശില്പകലാക്ഷേത്രം തിരുവനന്തപുരത്തിൻ്റെ ഡയറക്ടറാണ്. അമൃത യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററാണ് അമൃത ശില്പകലാക്ഷേത്രം. ഇന്ത്യൻ നേവിയിൽ അദ്ദേഹം നേവൽ ഓഫീസറായിരുന്നു. അദ്ദേഹം ചിന്മയ മിഷൻ, ഹരേരാമ, ഹരേ കൃഷ്ണ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സന്ദീപിനി മുംബൈയിൽ പഠിച്ചിരിക്കുന്നു. അദ്ദേഹം ശ്രീ വിദ്യാധിരാജ ഗുരുകുലാംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ ഗുരുകുലാംഗമായിരുന്നു. ശ്രീ ജയചന്ദ്രൻ സ്വാമിയെ ഈ ഉദ്ഘാടന സഭയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാധക സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സാധകന്മാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിവിധങ്ങളായ കാര്യക്രമങ്ങൾക്കിടയിലും സാധക സംഗമത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ ആചാര്യയെയും സാന്നിധ്യപ്പെട്ടിരിക്കുന്ന ഗുരുക്കന്മാരെയും ശ്രീ ഗുരുവായൂരപ്പനെയും പ്രിയ സാധക സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുക്കന്മാരും ഗുരുവായൂരപ്പനും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹാത്മാക്കൾക്കും എൻ്റെ പ്രണാമം. ഇന്ന് വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ ജ്ഞാനയജ്ഞത്തിന് നമ്മളിന്ന് തിരികൊളുത്തുകയാണ്. ഒരു മഹാപ്രതിഭ നമ്മൾക്ക് തിരിതെളിയിച്ച് ഇത് ആരംഭം കുറിച്ചിരിക്കുന്നു. ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം എന്നത് വിദ്യാധിരാജനായ ചട്ടമ്പി സ്വാമികളുടെ പേരിലും സാന്നിധ്യത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഗുരുകുലമാണ്. സുബ്രഹ്മണ്യ സ്വാമി സ്വഗുരുവും പരമേഷ്ഠി ഗുരുവുമായ സുബ്രഹ്മണ്യ സമ്പ്രദായമാണ് ഉള്ള ഒരു ഗുരുകുലമാണ് ഇത്. ഈ പരമ്പരയിലെ ഇപ്പോഴത്തെ ഗുരുവും ആചാര്യനും ശ്രീ ജയൻ പായിപ്രയും. ചെറുപ്പത്തിലെ ആശ്രമബന്ധവും അതിനൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഉപാസന ആധ്യാത്മിക മണ്ഡലത്തിൽ 57 വർഷത്തെ ഉപാസനാ ബന്ധവുമുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഗുരുകുലങ്ങൾക്കും ഗുരുവിനും വളരെയധികം പ്രാധാന്യമുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്നത് നമ്മൾക്കെല്ലാം പരിചിതമായ ഒരു വാക്കാണ്. ഈ ദീപോജ്വലനം നിർവഹിച്ച ശ്രീമാൻ ബിജിപാൽ സാർ, ശ്രീ ജയചന്ദ്രൻ സ്വാമി, കൃഷ്ണപ്രിയ ജയൻ, സിന്ധു, ഗുരുകുലാംഗങ്ങളെ നമസ്കാരം. അഖണ്ഡമായിരിക്കുന്ന ഒരു ബോധം നമ്മളിലും കൂടെ ചേർന്നിരിക്കുന്നുണ്ട്.
ഉദാഹരണത്തിന് നമ്മൾ തന്നെ ജീവിക്കാൻ സാധ്യമല്ല. ഈ ഭാരതീയതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശ്വത്തിലെല്ലാം ദർശനങ്ങളുണ്ട്. ദർശനം എന്ന് പറഞ്ഞാൽ പരമാവധി സുഖം എങ്ങനെ നേടാം എന്ന കാഴ്ചപ്പാട് ഏതേത് സമൂഹങ്ങളിലുണ്ടായിട്ടുണ്ടോ അതിനെയൊക്കെ ദർശനം എന്ന് നമുക്ക് പറയാം. കമ്മ്യൂണിസം പോലും പരമാവധി മനുഷ്യന് സുഖത്തെ തേടി അന്വേഷിച്ച ഒരു ദർശനമാണ്. ഇപ്പം നമ്മൾ പരമാവധി സുഖവും കഴിഞ്ഞ് പിന്നെയും സുഖമുണ്ടോ എന്ന് അന്വേഷിക്കുന്നൊരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പണ്ടാരോ പറഞ്ഞ ഋഷിമാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില സിദ്ധാന്തങ്ങളും ചില വിചാരങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അന്വേഷണമാണ് സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം. നിരൂപണ സാഹിത്യകാരൻ അയ്യപ്പ പണിക്കർ പറയും, നിങ്ങൾ അന്വേഷിക്കൂ, ആ അന്വേഷണം തന്നെയാണ് നിരൂപണം. അപ്പം നിങ്ങൾക്ക് നിരൂപണത്തെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. നിരൂപണത്തിന് നിരൂപണം ഉണ്ടാകുമ്പോഴാണ് അതിന് കവിത്വം ഉണ്ടാവുക എന്ന് പറയും. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കതാണ്. അതുപോലെ നമ്മൾ ഈ ദർശനത്തിന് ഇപ്പോൾ ധാരാളം ദർശനമുണ്ട്. ഷഡ്ദർശനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വേദാന്തം നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ വേദാന്തികളാണ്. ഒരു സൂചന മാത്രം, അദ്ദേഹത്തിൻ്റെ സമയത്തെ ഞാൻ എടുക്കുന്നില്ല. അദ്ദേഹമാണ് നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോ സംഗീതത്തിൻ്റെ വിചാരങ്ങളോ സംഗീതത്തിലൂടെ യാത്ര ചെയ്ത സന്ദർഭങ്ങളോ ഒക്കെ ആയിരിക്കും അദ്ദേഹം പറയുക. അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്പർശിച്ച ചില കാര്യങ്ങൾ, മനുഷ്യത്വപരമായ സമീപനങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹം ചിലപ്പോൾ പറയുക. അദ്ദേഹത്തിന് എന്തും പറയാം, നല്ലതും പറയാം, നമ്മളെ വിമർശിച്ചും പറയാം. ഇവിടെ ഈ വേദിയിൽ എന്തിനും സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ്. അത് ഞാൻ എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, നമ്മളെ വിളിച്ചവരോടൊക്കെ നിങ്ങൾക്ക് എന്തും പറയാം. എന്തും പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാം, വിഷയമില്ലാതെയും പറയാം. ഒരു ബുദ്ധിമഥനമാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ യോഗശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കുണ്ടലിനിയെ പഠിപ്പിക്കുകയാണ്. കുണ്ടലിനിയാണ് യോഗശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. കുണ്ടലിനി ഉണർത്തിത്തരും യോഗയിലൂടെ. എന്തോരം ബാനറുകൾ എഴുതി വച്ചിരിക്കണമല്ലോ. യോഗസൂത്രങ്ങളിൽ എങ്ങും കുണ്ടലിനി ഇല്ല. ഞാനിത് പറയണത് യോഗശാസ്ത്രത്തിൽ കുണ്ടലിനി എന്ന് പറഞ്ഞ സംജ്ഞയേ ഇല്ല. അപ്പോൾ കുണ്ടലിനി എന്ന് പറയുന്നത് എവിടെയാണ്? അപ്പോൾ യോഗശാസ്ത്രത്തിൽ കുണ്ടലിനി. ഇപ്പോൾ വേദാന്ത ക്ലാസ് എടുക്കുന്നവർ വേദാന്ത ക്ലാസ്സിൽ കുണ്ടലിനി എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വംശാവലി ഉണ്ടെങ്കിൽ സർഗസ്ഥ പ്രതിവംശ വംശവും മന്വന്തരാണ്. ഒരു മന്വന്തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കഥ ചമത്കരം ചെയ്താൽ അതിനെ പുരാണം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ 5 ലക്ഷണം ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ അനേക ആളുകൾ പുരാണം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പുരാണമെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഈ പുരാണം വേദാന്താണെന്നാണ് പറയണത്. ഇപ്പോൾ അങ്ങനെയാണ് ഈ കയറ് തകഴി ആശാൻ്റെ കയറ് പുരാണമെന്ന് പറയണം. അദ്ദേഹം വംശങ്ങളുടെ ചരിത്രാവലി പറഞ്ഞിട്ടുണ്ട്. അത് പുരാണമാണ്. പുരാണ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ പുരാണമാണ്. അതിൽ വേദാന്തമൊന്നുമില്ലല്ലോ. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വേദാന്തത്തെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേദാന്തി. ഇപ്പോൾ വേദാന്തം എന്താണ്? വേദാന്തം എന്ന ശാസ്ത്രം, നമ്മൾ വേദാന്ത ശാസ്ത്രം ഒരു 2 ആഴ്ച ഇരുന്ന് അതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് പഠിക്കണമെന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കേണ്ടത്, യുക്തി എങ്ങനെയാണ് യുക്തിഭദ്രമായി ആലോചിക്കുക, ഒരു ഫ്രെയിമിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വിഷയത്തെ അവലോകനം ചെയ്യുക, ഇതൊക്കെയാണ് വേദാന്ത പദ്ധതി. ജയേന്ദ്രസ്വാമിക്ക് വേദാന്തം പഠിച്ച ആൾക്കറിയാം. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സാധനമാണെന്നാണ് ആളുകൾ വിചാരിച്ചത്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ആലോചിക്കണം. ഇപ്പം നമ്മുടെ ആലോചന നിങ്ങൾ ടി വിയിൽ ചർച്ച കേട്ടിട്ടുണ്ട്. വലിയ പൊല്യൂഷനാണ് കേട്ടോ. ഇപ്പം ഏറ്റവും വലിയ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു 2 മണിക്കൂറാണ്. അപ്പോൾ ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല കേട്ടോ. ഞാനിപ്പോൾ ടി വി അത് ഓഫ് ചെയ്തേക്കും. ഭയങ്കര ബുദ്ധിമുട്ടായേക്കും. അതുകൊണ്ടാണ്.
അപ്പോൾ ഈ ആലോചിക്കുക, എന്താലോചിക്കാൻ, എല്ലാം ആയി എന്ന് വിചാരിച്ച് ദേവത എന്ന് പറഞ്ഞ ഒരു പരിമിതപ്പെട്ടിരിക്കുന്ന ബോധശക്തിയാണ്, കോൺഷ്യസ് എനർജിയാണ്. ഈ ദേവതയുള്ള ദേവതയിൽ മാത്രം അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള ദേവതയെപ്പറ്റി മാത്രം പരാമർശിക്കുന്ന ദേവതകൾക്ക് വേണ്ടി ഉണ്ടായ 64 തന്ത്രങ്ങളിലും ഈശ്വര സങ്കല്പമില്ല. അപ്പോൾ ഈശ്വരനായിട്ട് ദേവതയെ ഉപാസിക്കും. ഈശ്വരൻ ദേവതയിലുമുണ്ട്, എന്നിലുമുണ്ട്, ബിജിപാൽ സാറിലുമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഈ മൈക്രോഫോണിലുമുണ്ട്. സർവ്വചരാചരങ്ങളിലും ഇരിക്കുന്ന ബോധത്തെയാണ് ഈശ്വരൻ എന്ന് പറയുക. ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം യോഗശാസ്ത്രത്തിൽ ഒരു സൂത്രത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ വാക്കുണ്ട്. സാഖ്യത്തിൽ ഈശ്വരനില്ല, മീമാംസയിൽ ഈശ്വരനില്ല, അല്ലെങ്കിൽ മറ്റേ അതിനു മുമ്പ് കടന്നു പോയിട്ടുള്ള ന്യായത്തിലും വൈശേഷികത്തിലും ഒന്നും എന്തില്ല, ഈശ്വര സങ്കല്പം ഇല്ല. യോഗസൂത്രത്തിൽ ഈശ്വരൻ്റെ വ്യാഖ്യാനം ഇല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ട്. വേദാന്തത്തിലാണ് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പമുള്ളത്. ഈശ്വരനെ പ്രതിപാദിക്കുന്നത് വേദാന്തത്തിലാണ്. ഞാനിത് പറയുന്നത് നമ്മളിന്ന് നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് താന്ത്രികൻ ഈശ്വരനാണെന്ന് പറയുന്നു ദേവതയെ. ദേവത ഈശ്വരനല്ല. ദേവതയിലും ഈശ്വരനുണ്ട്. സർവ്വവ്യാപിത്വം ഈശ്വരൻ്റെ ലക്ഷണമായതുകൊണ്ട് ദേവതയിലും ഈശ്വരനുണ്ട്, എന്നിലും ഈശ്വരനുണ്ട്, കക്കൂസിലെ മലത്തിൽ വളരുന്ന പുഴുവിലും ഈശ്വരനുണ്ട്. ഈ ബോധമുണ്ട്. അപ്പം വേദാന്തത്തിൽ മാത്രമാണ് ഈശ്വര സങ്കല്പത്തിൻ്റെ വ്യാഖ്യാനമുള്ളത്. അപ്പോൾ ഈശ്വരനെ നിങ്ങൾ പറയുമ്പോൾ അമ്പലത്തിലിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കുഴപ്പത്തിലായി. അമ്പലത്തിലിരിക്കുന്ന ദേവതയ്ക്ക് സർവ്വവ്യാപിത്വം ഇല്ല. അത് ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന് ജ്ഞാനമുണ്ട്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിലിരിക്കണം. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകും. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോകും, ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരും, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കണം, നട ഓർക്കുമ്പോൾ ഇവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ പിടിക്കും എവിടെ പോയാന്ന് ചോദിക്കും. അപ്പോൾ ദേവത പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരൻ സർവ്വവ്യാപിത്വത്തിൻ്റെ ഒരു സങ്കല്പമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ അമ്പലങ്ങളിലും മതപാഠശാലയിലും ഭാഗവതക്കാരും നാരായണീയക്കാരും ഒക്കെ പറഞ്ഞ് വേദാന്തത്തിലുള്ള ഈശ്വര സങ്കല്പത്തെ എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് താന്ത്രികൻ പറയുന്ന, അല്ലെങ്കിൽ പൗരാണികൻ പറയുന്ന, പൗരാണികൻ എന്ന് പറഞ്ഞാൽ പുരാണക്കാരൻ പറയുന്ന, അല്ലെങ്കിൽ മറ്റേ യോഗി പറയുന്ന ഈശ്വര സങ്കല്പത്തിൻ്റെ ഒരു കുഴപ്പത്തിലാക്കിയ ഒരു സാധനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉടനെ കുണ്ടലിനി എന്നും പറയും. ഇനി ഈ വേദാന്തി ഈശ്വര സങ്കല്പം പറയുമ്പോൾ അവിടെ കുണ്ടലിനി പറയും. ഇത് ഏതാണെന്ന് ഈ വൈക്കോലിലിട്ട് ചക്ക വെട്ടുകയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. പിന്നെ ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം പുരാണം ഏതാ, വേദാന്തം ഏതാ, യോഗം ഏതാ, തന്ത്രം ഏതാന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത നിലയിലേക്ക് ആക്കി എന്നുള്ളതാണ് ഈ ഹൈന്ദവധർമ്മം നമ്മളുണ്ടാക്കിയെടുത്ത ഒരു വലിയ നേട്ടം. ഇതെന്താണെന്ന് ജന്മത്തിൽ തിരിച്ചറിയില്ല. അതുകൊണ്ട് ആർക്കും എന്തും പറയാം. ഇപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ നിങ്ങളെ രക്ഷിച്ചോ കൊറോണ വന്നപ്പോൾ? ഈ കൊറോണയ്ക്കകത്ത് ഇരിക്കുന്നത് ഈശ്വരനാണ്. ഈ കോവിഡിലിരിക്കുന്നത് ഈശ്വരനാണ്. പിന്നെ ഈശ്വരൻ ആരെ രക്ഷിക്കും? ഈശ്വരനെ എവിടെയോ ഇരുന്ന് രക്ഷിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഒരു 10 സെക്കൻഡും കൂടി. ഇപ്പം എല്ലാവരും, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സന്യാസി തൊട്ട് ബൂത്ത് സെക്രട്ടറി വരെ പറയണത് ഹൈന്ദവ വിശ്വാസം, ഈശ്വര വിശ്വാസം എന്നാണ് പറയണത്. വിശ്വാസം. ഇപ്പോൾ ശബരിമല ശാസ്താവിലുള്ള ഞങ്ങളുടെ വിശ്വാസം, ഇതെന്നാണ് ഹിന്ദുധർമ്മം ഭാരതീയ ശാസ്ത്രങ്ങളിൽ എന്നും ഇല്ലാത്തൊരു വാക്കാണ് എന്ത്? വിശ്വാസം. വേദാന്തത്തിൽ വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുന്ന സെമറ്റിക് കൺസെപ്റ്റാണ്. വിശ്വസിക്കുക. ഭാരതീയ ദർശനങ്ങളിൽ അറിയുകയാണ്. ഞാൻ എന്നെ അറിയുക, നിന്നെ അറിയുക. അറിവ് എന്നാണ് നാരായണ ഗുരുദേവൻ പച്ച മലയാളത്തിൽ അതിന് പറഞ്ഞത്. നമ്മളീ പറയുന്ന ബ്രഹ്മം എന്നൊക്കെ പറയുന്നതിന്, ബോധം എന്നു പറയുന്ന ഗുരുദേവൻ അറിവ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇന്ന് നമ്മളിവിടെ ഈ ഗുരുകുലത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം, നമ്മൾ സാധനയാണ്, ജ്ഞാനാന്വേഷികളാണ്, ശുദ്ധീകരണം ചെയ്യുന്നവരാണ്. നമ്മൾ എല്ലാത്തിനെയും അംഗീകരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ വിദേശത്ത് പോയപ്പോൾ സംസാരിച്ചൊരു വാക്ക്
എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുക. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ എല്ലാ മതക്കാരും വന്നിട്ടുണ്ട് അവിടെ. നിങ്ങളുടെ എല്ലാ ആളുകളുടെയും മതഗ്രന്ഥത്തിൽ ഉള്ള ഒരു വാക്ക് ഞങ്ങളുടെ ഭാരതത്തിലെ ഒരു ആധ്യാത്മിക ധാരയിലെ ഗ്രന്ഥത്തിലും ഇല്ല എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന വാക്ക്, ഒഴിവാക്കൽ എന്ന് പറയുന്ന വാക്ക് ഞങ്ങളുടെ ഭാരതീയ ദർശനങ്ങളിലില്ല. ഇൻക്ലൂഷനാണുള്ളത്. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുക വല്ലാത്ത പാടാണത്. പക്ഷേ നമ്മളുടെ സദൃശമായ ജ്ഞാനം കൊണ്ട്, നല്ല സദ്ബുദ്ധി കൊണ്ട്, ഇപ്പം നമ്മൾ കുട്ടികളെ എന്താ പഠിപ്പിക്കണേ? സയൻസ് സ്ക്വയർഡ് പ്ലസ് കോസ് സ്ക്വയർഡ് ഈക്വൽ ടു 1. എന്നാന്ന് അവർക്ക് വലിയ പിടിയൊന്നുമില്ല. പഴയ കാലത്ത് കുട്ടികളെ പഠിപ്പിച്ചത് സത്യം വധ, സത്യം പറയാൻ പഠിക്കുക, ധർമ്മം ചര, ധർമ്മത്തിൽ ചരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ധർമ്മത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ ആരംഭ സഭയിൽ. സത്യമനുഷ്ഠിക്കാൻ പരിശീലിക്കണം, എളുപ്പമല്ല ഈ കാലത്ത്. ധർമ്മം തിരിച്ചറിയുക വിഷമമാണ്. പക്ഷേ തിരിച്ചറിഞ്ഞ് അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയട്ടെ. ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ. ബിജിപാൽ സാറിൻ്റെ നല്ല വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുള്ള മഹാത്മാക്കളെ, ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ വേദിയിൽ വരുന്നത്. എൻ്റെ ഒരു അനുജൻ സുഹൃത്ത് വിഷ്ണു എന്ന് പറയുന്ന പാട്ടുകാരനാണ് ജയൻ മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പത്നിയും. അപ്പോൾ ഇങ്ങനൊരു സംഭവമാണെന്ന് പറഞ്ഞു. റേക്കി മാസ്റ്ററാണെന്ന്. ഞാൻ റേക്കിയെക്കുറിച്ച് വളരെ ദൂരെ നിന്നാണെങ്കിലും എനിക്ക് അതിൻ്റെ ഫലത്തെക്കുറിച്ചും ഒക്കെ അടുത്ത് അറിയാവുന്നൊരു ആളാണ് ഞാൻ. അതുപോലെ വിദ്യാധിരാജ ഗുരുകുലം, ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരു, ഇങ്ങനെ പിന്നെ മുരുക പ്രതിഷ്ഠയുടെ ശിഷ്യത്വം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലി വളരെ അന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിവിടെ വളരെ ഏലിയനായിട്ടുള്ള ഒരാളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സംഗീതവും ഒരു ജ്ഞാനമാണ്, റേക്കിയും ജ്ഞാനമാണ്, സിദ്ധവും ജ്ഞാനമാണ്, എല്ലാം ജ്ഞാനമാർഗങ്ങളാണ്. സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ ഇവിടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ളൊരു സ്ഥാനത്ത് നിന്ന് ചില വാക്കുകൾ പറയാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വളരെ കുറച്ചേ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ ചില ഈ കൗതുകം കൊണ്ട് ചില കാര്യങ്ങളിങ്ങനെ അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ ഗുരുക്കളെക്കുറിച്ചും അവരെഴുതിയ വാക്കുകളെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കാറുണ്ട്. സംഗീതത്തിലുള്ള കൗതുകം പോലെ തന്നെ പലതും ഈ പറഞ്ഞ പോലെ വിശാലമായി. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച്, ദേവതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേവതയെ ഭജിച്ചാൽ ദേവതയെ കിട്ടും, എന്നെ ഭജിച്ചാൽ എന്നെ കിട്ടും എന്ന് കൃഷ്ണൻ ഈ മറ്റൊരു ഭാഷയിലാണ് പറഞ്ഞത്. ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഈ ഡിഫറൻസ്, ദൈവം എന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ദൈവം, ദേവതാ സങ്കല്പം. പിന്നെയാണ് മനസ്സിലായത് ദേവത ഒരു കൊച്ചിനെ എന്താ പറയുക പരിപാലിച്ച് വേഷഭൂഷാദികളിട്ട് അവർക്ക് വേണ്ട അന്നവും വസ്ത്രവും ഈവൻ അതും കൊടുത്ത് അതിന് വേണ്ട ഈ ഫ്യൂവൽ, അതായത് മന്ത്രം രചിക്കപ്പെട്ട മന്ത്രങ്ങളും കൊടുത്ത് അതിനെ പോഷിപ്പിച്ച് വളർത്തി അതിൽ നിന്ന് അതിന് ശക്തി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരം. ലക്ഷ്മിയെ ഭജിച്ചാൽ വിദ്യ കിട്ടും, തിരിച്ച് സരസ്വതി. ലക്ഷ്മിയെ ഭജിച്ചാൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും. അങ്ങനെയൊക്കെ ഓരോ കാര്യത്തിനും ഓരോ ദേവത, അതിനെ ഭജിക്കുന്നു, പൂജിക്കുന്നു, അതിന് മന്ത്രങ്ങൾ ഉണ്ടാകുന്നു.
അത് ഇന്ന തന്ത്രങ്ങളുണ്ടാകുന്നു, അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ കാര്യത്തിലും. ബട്ട് അത് പലപ്പോഴും ഞാൻ ഇടയ്ക്ക് ഒരു കാലത്ത് മേ ബി ഇൻ 10 years നിങ്ങൾ പലരും കേട്ടോ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം, ഇംഗ്ലീഷിലുള്ളൊരു പുസ്തകമാണ്. അതിനെക്കുറിച്ചും വാതോരാതെ നമ്മളെന്ത് ആഗ്രഹിച്ചാലും അത് ആഴത്തിൽ ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടും എന്ന് പറയും. ഈ ദേവതാസങ്കല്പം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ആഗ്രഹിക്കുന്നത് മാത്രം കിട്ടിയാൽ മതിയോ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ആഗ്രഹിക്കുന്നത് കിട്ടിയാൽ മതിയോ? അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം നമുക്ക് ജീവിതത്തിൽ കിട്ടിയാൽ മതിയോ? ചിലപ്പോൾ കിട്ടിയേക്കും, പക്ഷെ അതല്ലല്ലോ നമ്മളുടെ ജീവിതം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മധുസൂദനൻ നായർ സാറിൻ്റെ ഒരു കവിതയുണ്ട്, നേടാവുന്നതിൽ അമരില്ലല്ലോ മാനുഷ സങ്കല്പം എന്ന ഒരു വരി. നേടാവുന്നതിൽ അമരില്ലല്ലോ മാനുഷ സങ്കല്പം. മനുഷ്യൻ്റെ സങ്കല്പം ഒരിക്കലും നേടാവുന്നതിൽ ഒതുങ്ങാറില്ലല്ലോ. നേടാനാവാത്തവയിൽ രമിപ്പതൊരാനന്ദമനൽപ്പം എന്നാണ്. നേടാനാവാത്ത കാര്യങ്ങളിൽ ആണല്ലോ നമ്മളുടെ അനൽപമായ ആനന്ദം രമിക്കുന്നത്. നേടാവുന്നതിൽ ഒതുങ്ങാറില്ല പലപ്പോഴും ആഗ്രഹങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ ഉപാസന എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ഉപാസന പോലെ ആയതുകൊണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ അത് അങ്ങ് വിട്ടു. എനിക്ക് അങ്ങനെ കൃത്യമായൊരു പ്രത്യേകമായൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടും മറ്റു പലതും വേണ്ടെന്ന് വെക്കേണ്ട എന്ന് കരുതിയതുകൊണ്ട് എന്തും പോരട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഉപാസന പതുക്കെ നിർത്തി. പിന്നെ സ്വാമി പറഞ്ഞതുപോലെ ഈ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം, അതും ഇപ്പോൾ അത് ഈ ഈശ്വര എന്ന് നമ്മൾ ഭഗവാൻ, ഭഗവതി, ദൈവം, ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, അത് ഈ വിളി, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു വൈയക്തികത വന്നു. പക്ഷേ അങ്ങനെ ഒരു വൈയക്തികതയുള്ള ഒരു ഇതാണോ ഈശാവാസ്യം ഇതം സർവം എന്നൊക്കെ പറയുന്നത്? എന്തിലും ഉള്ള ഒരു ചേതന അല്ലെങ്കിൽ സംതിങ് വിച്ച് ഗീവ്സ് ദറ്റ് ഒരു മെക്കാനിസം അല്ലേ? നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടാവായതും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ഗുരുവിൻ്റെ വരി പോലെ ഇത് എല്ലാം ഒരു ഓട്ടോമാറ്റിക് സൈമൾട്ടേനിയസ് ഗിവ് ആൻഡ് ടേക്ക് പ്രൊസീജിയർ പോലെ ഇത് സംഭവിക്കും. നമ്മൾ അതിന് നന്ദി പറഞ്ഞിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. അതങ്ങനെ സംഭവിക്കുകയാണ്. ചില കർമ്മ എന്ന് പറയും, ഇപ്പോൾ ഇത് നിനക്ക് കിട്ടിക്കോളും എന്ന് പറയും. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇടുമ്പോൾ എൻ്റെ താഴെ ചില ഇങ്ങനെയുള്ള അബദ്ധ ബുദ്ധിധാരികൾ നമ്മളോട് അടിയലും എന്ന് പറയും, നിനക്ക് കിട്ടിക്കോളും, വച്ചിട്ടുണ്ടെന്ന് വച്ചോട്ടെ എന്ന് ഞാൻ ചിന്തിക്കും. വച്ചത് നമുക്ക് കൊള്ളുക എന്നുള്ളത് തന്നെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അങ്ങനെ കരുതാറുള്ളൂ പലപ്പോഴും. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യം, അത് ആർക്കും നന്ദി പറയുന്നതല്ല, അതൊരു ഫീലിംഗാണ്, ഒരു അനുഭൂതിയാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സിസ്റ്റൻസിന് നമ്മളോട് തന്നെയോ നമ്മളുടെ സാഹചര്യങ്ങളോടോ നമ്മളുടെ രക്തത്തോടോ നമ്മളുടെ ഉയിർപ്പിനോടോ ഒക്കെ ഉള്ളൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മളുടെ സാഹചര്യം, നമ്മളെ ചുറ്റും നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഈ വേദി പോലും അത് അങ്ങനെ യാദൃച്ഛികമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്ര യാദൃച്ഛികമല്ലെങ്കിൽ പോലും അതങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വണ്ടി പിടിച്ച് വരേണ്ട ഒരു കാര്യമില്ല, അങ്ങനെ വരികയാണ്. ഞാൻ വരണ്ട എന്ന് കരുതിയ ഒരു പരിപാടിയാണ്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ബട്ട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടും എനിക്ക് ചേരുന്നൊരു വേദിയായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഇതിലും ബെറ്ററായിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് സംസാരിക്കുന്നതല്ലേ നല്ലതെന്ന് തോന്നിയത് കൊണ്ടുമാണ് ആദ്യം വരണ്ട എന്ന് കരുതിയത്. പക്ഷേ അവർ വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റാതെ പോലെ തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആവശ്യം എന്നുള്ളത് ഞാൻ മാത്രം സൃഷ്ടിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നതല്ല. എൻ്റെ തീരുമാനങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നമ്മളുടെ മനനം ചെയ്യുമ്പോൾ നമ്മൾ ഇത് ശരി തെറ്റുകൾക്കപ്പുറത്ത് ഒരു തീരുമാനം നമ്മളെടുക്കുകയല്ല, തീരുമാനം നമ്മളെ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഗിൽറ്റോ അതിനകത്ത് അമിതമായ സന്തോഷം ഒന്നുമല്ല, അതങ്ങനെ കഴിയുന്നു, ആ ഒരു ഏടങ്ങനെ കഴിയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഈ എപ്പോഴും ഞാനിപ്പോൾ ഈ നാരായണ ഗുരുവിനെയൊക്കെ വായിക്കുമ്പോൾ
ആ സിദ്ധ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അറിവെന്ന് പറയുന്നത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അറിവിൻ്റെ ഒരു മെക്കാനിസം, അതൊരു എക്സ്പ്ലോറേഷനാണ്, അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൻ്റെ ഒരു മെക്കാനിസമാണ് ആ പാരമ്പര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് വന്നതോ അല്ലെ അതിനു മുമ്പുള്ളതായിട്ടുള്ള പല ചിന്താ ശാഖകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഈ പാരമ്പര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ ശ്രീനാരായണ ഗുരുവിനെയോ ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള ഗുരുക്കന്മാരെ സൃഷ്ടിച്ച ആ ഒരു യുക്തിബോധത്തിൻ്റെ ഉള്ളിൽ നിന്ന്, യുക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ശാസ്ത്രബോധമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. യുക്തിബോധം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോയിൻ്റ് ഓഫ് ആ ഒരു തോട്ടിൻ്റെ ആ ഒരു പോയിന്റിൽ നമ്മളുടെ എല്ലാ യുക്തിബോധവും വ്യാപിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉണരുന്ന ഒരു റിസൾട്ടിനെയാണ് ശരി യുക്തി എന്ന് പറയുന്നത്. ആ സമയത്ത് ആ പ്രോസസ്സ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചില വാക്യങ്ങളും വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ശക്തമാണ്. അതിനപ്പുറത്തൊന്നുമില്ല. അവർ പറയുന്നത് ചിലപ്പോൾ ശാസ്ത്രവിരുദ്ധമാകാം. അതൊന്നും അതേ ഞാൻ പറഞ്ഞു, യുക്തിയും ശാസ്ത്രവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നതാണ്. ടൈം സ്പിരിറ്റ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു സമയത്ത് ഒരാൾ, ഏറ്റവും യുക്തിബോധമുള്ള ഒരാൾ ചിന്തിക്കുന്നത് പോലും ആ ടൈം സ്പിരിറ്റിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഖുറാനെ കുറിച്ച് പറയുമ്പോഴും അല്ലെ ബൈബിളിനെ കുറിച്ച് പറയുമ്പോഴും ഗീതയെക്കുറിച്ച് പറയുമ്പോൾ മറ്റേ മനുസ്മൃതി എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ടൈം സ്പിരിറ്റ്, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അപ്പോഴത്തെ അറിവ് വച്ച് യുക്തി ഭദ്രതയാണ് അവിടെ കാണുന്നത്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ നെഗേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ കളഞ്ഞ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ് മറ്റ് പലതും ഡിസൈൻ ചെയ്യാനുള്ള യുക്തിബോധം നമ്മൾ കാണിക്കുകയും വേണം. അത് മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെല്ലാത്തിനെയും ആശ്രയിക്കുക എന്നുള്ളതല്ല. ഓരോ സമയവും ജനറേഷൻ തോറും നമ്മുടെ മനുഷ്യൻ്റെ ഈ ഒരു ബോധം എന്ന് പറയുന്ന ഈ കണക്ടിവിറ്റി ഉണ്ട്. നാനാ ജീവകുലങ്ങളിതൊറ്റയാം നൂലാൽ ബന്ധിതമാം എന്ന് റഫീഖേട്ടന് എനിക്കൊരു പാട്ട് എഴുതുന്നുണ്ട്. അതേപോലെ ഒരു നൂലുകൊണ്ട് ബന്ധിപ്പിച്ച ഈ ജന്മങ്ങൾക്കപ്പുറം എങ്ങോ ഒരു ചെമ്പകപ്പൂവിൻ സുഗന്ധം എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ഈ സുഗന്ധം എന്ന് പറയുന്നതാണ് ഈ ബോധം എന്ന് പറയുന്നത്. ആ ബോധം എന്ന് പറയുന്നത് വ്യാപിച്ച് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല തലമുറകളും പല ജിയോഗ്രഫിയിലും പല ഈ ജഗത്തിൻ്റെ പല മൂലകളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന സുഗന്ധം എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്താൽ മതി. പക്ഷേ യുക്തി എന്ന് പറയുന്നത് കാലികമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും, അത് അറിവ് മാറിക്കൊണ്ട്. ഇപ്പോൾ നാരായണ ഗുരു പൽപ്പുവിനോട് ചോദിച്ചു, എവല്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത്ര നിൻ്റെ അച്ഛനൊക്കെ കുരങ്ങന്മാരാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷേ ഇന്നാണെന്നെങ്കിൽ അദ്ദേഹം അത് ചോദിക്കുമായിരുന്നില്ല. കാരണം ആ യുക്തി ടൈം സ്പിരിറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോഴത്തെ യുക്തി അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിച്ചെങ്കിലും ഇന്ന് അദ്ദേഹം പറയുമായിരുന്നില്ല. കാരണം അത്രയും യുക്തിഭദ്രതയുള്ള ബോധമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് പ്രസ്താവനകൾക്കപ്പുറം അതിനുപയോഗിച്ച മെക്കാനിസമാണ് മനുഷ്യനെ കൊണ്ടത്. ഈ മെക്കാനിസം പലപ്പോഴും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ആ മെക്കാനിസം എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും അറിവോടുകൂടിയാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് പറയേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പിന്നെ അതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ആ മെക്കാനിസം കൃത്യമായ അളവിൽ പറയുമ്പോഴാണ് ഇത്തരം ഗുരുക്കന്മാർ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എളുപ്പമല്ല. അത് ഇതേപോലെ ഒന്നിനെയും നിഷേധിക്കാതെ, അദ്ദേഹം പറഞ്ഞല്ലോ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്, ഒന്നിനെയും നിഷേധിക്കുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, നിഷേധിക്കുന്നില്ല. എന്തൊരു അത്ഭുതകരമായ ശാസ്ത്രമാണ്, അത്ഭുതകരം. നമുക്ക് ഒരു കൊല്ലം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല AI ഇപ്പോൾ ഉണ്ടാകുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മനുഷ്യന്. ആ ലെവലിലാണ് ശാസ്ത്രജ്ഞന്മാരത് വികസിപ്പിക്കുന്നത്. ഇനി ഇത് എവിടെ പോകും? ദോഷവശങ്ങളൊക്കെ വേറെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് അതേപോലെയാണ്. പല കാലഘട്ടത്തിൽ പല ബൗദ്ധികവും അതിബൗദ്ധികവുമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും ശാസ്ത്രങ്ങളും മറ്റും എഴുതി വയ്ക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ആധികാരികത എന്ന് പറയുന്നത്, അതിൻ്റെ വാക്കുകൾക്കപ്പുറത്ത് അതിൻ്റെ ആലോചനകൾ, അതിന് ഉപയോഗിച്ചിട്ടുള്ള ഈ മനനത്തെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ
പരമ്പര എന്ന് പറയുന്ന അതൊരു ലീനേജാണ്, ഒരു പരമ്പരയാണല്ലോ. അത് നമ്മൾ അതിനെ ബഹുമാനിക്കുകയും അതിൽ നിന്ന് പകർന്നു കിട്ടുന്ന ഈ അറിവും ഇതൊക്കെ എത്രയോ ദൂരം ഇനിയും പോകേണ്ടതുണ്ട്, അവിടം വരെ എത്തുക എന്നുള്ള. ചുമയൊക്കെ ആയതുകൊണ്ട് എന്നാലും 2 വരി ഞാൻ കളിയച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ പി കുഞ്ഞിരാമൻ നായരുടെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ചെയ്തിരുന്നു. അതിൻ്റെ 2 വരി ഞാൻ പാടി അവസാനിപ്പിക്കാം. കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണ് ലക്ഷ്യം, ഗുരുവരാനുഗ്രഹപ്രീണനം. കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണ് ലക്ഷ്യം, ഗുരുവരാനുഗ്രഹപ്രീണനം. കൈമൈ മറന്നു നീ വീഴുക, ചൂടുക കോമളപാദ കമലദളങ്ങളെ. ദേവൻ ദിനേശൻ തൊടുമ്പോൾ തമിശ്രമാം രാവും വെളിച്ചം വിതറും പ്രകാശമായി. ആ ആ ആ ദേവൻ ദിനേശൻ സൂര്യൻ തൊടുമ്പോൾ ഏത് തമിശ്രമാം രാവും വെളിച്ചം വന്ന് പ്രകാശിതമാകും. അതുപോലെയാണ് ഗുരു എന്നാണ് കുഞ്ഞിരാം മഹാകവി പി പറയുന്നത്. സന്തോഷം, സ്നേഹം. ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ബിജിപാൽ സാർ, അധ്യക്ഷൻ ആചാര്യൻ ജയൻ ബൈബ്ര, ആമുഖഭാഷണം നിർവഹിച്ച ശ്രീമതി കൃഷ്ണപ്രിയ ജയൻ, ശ്രീ ജയചന്ദ്രൻ സ്വാമി, സ്വാഗതം ആശംസിച്ച പൊതുകാര്യദർശി സിന്ധു എസ്, ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സാധകർ, അനുഗ്രഹിച്ച് ആശീർവദിച്ച ഗുരുപരമ്പര, ഇവർ ഏവരോടും ഗുരുകുലത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു.